2000 പലസ്തീനികളെ വിട്ടുകിട്ടുമ്പോൾ 20 ഇസ്രയേലികളെയാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും, കണ്ടോ അത്രയധികം വിട്ടുകൊടുത്തു, പക്ഷേ ഇസ്രായേലികൾ ഓരോ പൗരനും അത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ മഠയന്മാരുടെ തലയ്ക്കകത്തൂടെ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലി അവിടെ ഗസയിൽ സംഭവിക്കുന്നത് നടപടികളിൽ മൊത്തം ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നുണ്ട്. മരിച്ചുപോയ ബന്ദികളുടെ അവശിഷ്ടം, അതായത് ബാക്കിയുള്ള ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പല അനിശ്ചിതത്വങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിന് ശേഷം ഗസ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഈജിപ്തില് ഗസ കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? ഇസ്രായേൽ വെച്ചിട്ടില്ല. പിന്നെ ആരാണ് ഒപ്പുവെച്ചത്? ആ ഒപ്പുവെച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? സത്യമായിട്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഇപ്പോൾ ഗസയിൽ നിന്ന് കാണുന്ന വാർത്തകളിൽ നമുക്കാകെ സന്തോഷം തോന്നുന്നത് തടവിലായിരുന്ന കുറേ പേര് പുറത്തു വന്നു എന്നതാണ്. ബന്ദികളാക്കി വെച്ചവരെ ഒരു മീൻസ് നല്ലൊരു ശതമാനത്തെ തിരിച്ചു കൊടുത്തു രണ്ട് രാജ്യങ്ങൾക്കും. അത് ചില രാജ്യങ്ങൾ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. അതായത് മൂന്നാം രാജ്യത്തിനാണ്, ഈജിപ്തിലേക്ക് കൂടെ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ തടഞ്ഞു വെച്ചവരെ ഈജിപ്തിലേക്ക് അയക്കുക, അതുപോലെ എന്നിട്ട് ഈജിപ്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് അയക്കുക. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം, അവർ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഗസയിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിലൊക്കെ പട്ടിണി കിടക്കുന്ന കുറേ മനുഷ്യന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എന്നുള്ളതിന് സമാധാനമുണ്ട്. പക്ഷേ ഈ സമാധാനത്തിന് എത്ര ആയുസ്സുണ്ടാവും? അതൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യം വളരെ ശരിയാണ്. ഇസ്രായേൽ അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന വിലയാണത്. 20ന് 2000 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു വിലയാണ്. ജീവൻ്റെ വില മാത്രമല്ല, അത് ഇസ്രായേൽ എന്ന ഐഡൻറ്റിറ്റി കൊടുക്കുന്ന വില കൂടിയാണ്. വേറൊരു കാര്യമുള്ളത്, ആ 20 പേരുടെ പ്രഹരശേഷി എത്രയായിരിക്കും? 20 ഇസ്രായേലി പൗരന്മാരെ വിട്ടുകിട്ടുമ്പോൾ, ഇസ്രായേൽ മണ്ണിലേക്ക് വിട്ടുകിട്ടുമ്പോൾ അവരുടെ ശക്തി എത്രയായിരിക്കും എന്നതുകൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2000 പലസ്തീൻ പൗരന്മാരെ വിട്ടുകിട്ടിയില്ലേ, ഇത് വലിയ വിജയമല്ലേ എന്നൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാം. വിജയം രണ്ടു കൂട്ടർക്കും എങ്ങനെ വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷേ ചോദ്യം ഇതാണ്, ഈ 2000 പലസ്തീനികളെ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഗസയിൽ നിന്ന് പിടികൂടിയ പലസ്തീനികളായതുകൊണ്ട് അവരിൽ എത്ര പേരെങ്കിലും ഹമ്മാസ് ഉണ്ടാകും? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എന്ന് പറഞ്ഞാൽ ഹമ്മാസിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും പിന്മടക്കമില്ലാത്ത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അകത്താക്കി ജയിലിലാക്കിയിരിക്കുന്ന ഹമ്മാസ് തീവ്രവാദികളെ വീണ്ടും ഹമ്മാസിൻ്റെ മണ്ണിലേക്ക് തിരിച്ചയച്ചാൽ അവർ എന്താ ചെയ്തിരിക്കുന്നത്? അവർ ചെന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അവരെ ഗസയുടെ ഭരണം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഈ എഗ്രിമെന്റിലെ ആദ്യത്തെ കാര്യം. ബന്ദികളെ പരസ്പരം വിട്ടയക്കുക, ഗസയുടെ ഭരണം ഹമ്മാസിന് വിട്ടുകൊടുക്കുക. ആകെ ഫലസ്തീനകത്ത് 2 പ്രദേശങ്ങൾ ഭരിക്കുന്ന 2 കൂട്ടരാണ്. ഗസയുടെ ഭരണം ഹമ്മാസും ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിന്റെ ഭരണം അൽഫത്തഹുമാണ്. ഇതാണ് അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അൽഫത്തഹിനെ കണ്ട ഹമ്മാസ് കൊല്ലും, ഹമ്മാസിനെ കണ്ട അൽഫത്തഹ് കൊല്ലും. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഗസയിലൊരു പ്രശ്നം. അതാണ് ഇപ്പോൾ തന്നെ ഈ ഹമ്മാസ് തീവ്രവാദികൾ ഗസയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരെ നേരിടാൻ സായുധരായ ഫലസ്തീനികൾ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അത് അൽഫത്തഹാകാം, ആരായാലും. കാരണം എന്താ വെച്ചാൽ, നിങ്ങളാണ് ഈ പരുവത്തിൽ ഞങ്ങളെ എത്തിച്ചത്, ഇനിയും ഇവിടെ അക്രമം നടത്താൻ നിങ്ങൾ വരരുതെന്ന് പറഞ്ഞാൽ അവിടെ ആട്ടി ഓടിക്കാൻ വീണ്ടും ഫലസ്തീനികൾ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. അവർക്ക് സ്വസ്ഥത ആവശ്യമല്ലേ? എത്രയും നാളുകളെ ആ ജനം ഇത്രയും കെടുതികൾ അനുഭവിച്ചോണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ ഭരണകർത്താക്കൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല, ജനമാണ് പെട്ടുപോകുന്നത്. തീർച്ചയായിട്ടും. വേറൊരു കാര്യം ഇതിന്റെ കൂടെ ഓർക്കേണ്ടത്, യഥാർത്ഥ ഹമ്മാസ് തീവ്രവാദികൾ എവിടെയാണ്? ഇപ്പോഴും ഹമ്മാസിന്റെ നേതാക്കന്മാരൊക്കെ ഖത്തറിലാണ്. ഖത്തറിൽ നിന്ന് അവർ തിരിച്ചു വരികയല്ല, അവരവിടെ ഇരുന്നിട്ട് ചക്രം തിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായില്ലേ മാഷെ? ഈജിപ്തിലേക്ക് പോകുന്നത് വഴിക്ക് ഖത്തറിലെ നയതന്ത്രജ്ഞരെ വാഹനാപകടത്തിൽ മരിച്ച ഒരു സംഭവം അതുണ്ട്. തീർച്ചയായും അത് സംശയാസ്പദമാണ്. ഈജിപ്തിലേക്ക് പോകുന്ന സമയത്താണ് മരിക്കുന്നത്. അത് അട്ടിമറിയല്ലേ? അല്ലെങ്കിൽ ഒരു വെറും അപകടമാവുമോ? ആ സമയത്ത് തന്നെ, മാത്രമല്ല ആവശ്യത്തിലേറെ സുരക്ഷയോടെ ആയിരിക്കുമല്ലോ അവരുടെ യാത്ര. ആ യാത്രയിൽ എങ്ങനെ അവർ മാത്രം കൊല്ലപ്പെട്ടു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ ഖത്തർ ഈജിപ്തിലെ ചർച്ചയ്ക്ക് പോകുമ്പോൾ കൊല്ലപ്പെട്ടു, ആ ഖത്തറിന്റെ പ്രതിനിധികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണത്തിന് തുടർച്ചയായിക്കൂടെ? അതാകാം. അല്ലെങ്കിൽ വീണ്ടും പ്രകോപനം ഉണ്ടാക്കാൻ
ഖത്തറിൽ തന്നെ അഭയം കൊടുത്തിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾ തന്നെ നടത്തിയതായിക്കൂടെ? ഏതെല്ലാം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീർച്ചയാണ്, രണ്ടു പക്ഷത്തും സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഈ രണ്ടു പക്ഷവും സമാധാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് ട്രംപ് മുൻകൈ എടുത്തിട്ട് ഒരു സമാധാന കരാർ ഒപ്പുവെക്കുന്ന ഒരു മഹാസമ്മേളനം? അതെവിടെ ആലോചിച്ച് നോക്കൂ. ഈജിപ്തിലെ ഷറം ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വൻകിട രാഷ്ട്രനായകന്മാർക്കും വന്ന് കൂത്താടാനും സുഖവാസത്തിനുള്ള സ്ഥലമാണ്. ഒരു കടൽ തീര വിശ്രമ കേന്ദ്രമാണ് ഷറം ഷെയ്ഖിലാണ് ഈ സമ്മേളനം. എല്ലാ നേതാക്കന്മാർക്കും ഒരു ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം. എല്ലാവരും വന്നു. പക്ഷെ ആരാ വന്നത്? ആദ്യം വരേണ്ടതിരുന്ന ആരാണ്? ഇസ്രായേലും ഫലസ്തീനും തമ്മിലാണ് ഇഷ്യൂ എങ്കിൽ, ഇസ്രായേലും ഹമാസും തമ്മിലാണ് ഇഷ്യൂ എങ്കിൽ വരേണ്ടത് ആരാണ്? രണ്ട് കൂട്ടർ വരണ്ടേ? ആദ്യം വരേണ്ടയാള് നമ്മൾ ആദ്യം നോക്കുകയാരാ? അതിൽ നെതന്യാഹു ഉണ്ടോ ഇല്ലേ എന്നാണ്. നെതന്യാഹു ഒപ്പുവെക്കാത്തൊരു കരാറിനെ എങ്ങനെയാണ് നമ്മൾ സമാധാന കരാർ എന്ന് വിളിക്കുക? നെതന്യാഹു വന്നിട്ടില്ല. എന്നാൽ നെതന്യാഹുവിനെ വരുത്താനും നെതന്യാഹുവിനെ ക്ഷണിച്ചിട്ട് കൂടെ കൂട്ടി കൊണ്ടുപോകാനും വേണ്ടി ട്രംപ് ചെന്നു. എവിടെ? ഇസ്രായേൽ പാർലമെന്റിൽ പങ്കെടുത്തു. ഇസ്രായേൽ പാർലമെന്റിൽ ഗംഭീരമായി പ്രസംഗിച്ചു. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇതുവരെ ലോക ചരിത്രത്തിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് 6-7 യുദ്ധങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞു. റുവാണ്ടയിലെ യുദ്ധം വരെയുള്ള കണക്ക് പറഞ്ഞിട്ട് മുഴുവൻ നിർത്തിയത് ഞാൻ, അവസാനിപ്പിച്ചത് ഞാനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കേണ്ടത് ആർക്കാണ്? അപ്പോൾ ഇസ്രായേൽ ഒരു ഉപകാരം ചെയ്തു. അവിടെ പ്രസംഗിച്ച് തീരുമ്പോൾ ഇസ്രായേൽ പാർലമെന്റിൽ പ്രമേയം പാസാക്കി. 2025 കൊടുത്തില്ല, കൊടുക്കേണ്ടതായിരുന്നു. സ്വീഡിഷ് അക്കാഡമി ചെയ്തത് വലിയ അപരാധമാണ്. അതുകൊണ്ട് ഈ പാവ മനുഷ്യന് 2026 അടുത്ത കൊല്ലത്തെ നോബൽ പ്രൈസ് എങ്കിലും കൊടുക്കണം. അതിപ്പോൾ തന്നെ പ്രഖ്യാപിക്കണം. ട്രംപും അവിടെ ഇരുന്ന് കൈയടിച്ചു. അത് മാത്രമാണ് കിട്ടിയ ഗുണം. ഒന്ന് പതപ്പിച്ചു, ട്രംപ് അവിടെ സുഖിച്ചു. പക്ഷേ അവിടെ ചെന്നത് എന്തിനാ? ഈ ഇസ്രായേൽ അക്കോർഡ് ഒപ്പുവെക്കാൻ, ഇസ്രായേലിന്റെ പിന്തുണ അഭ്യർത്ഥിക്കാനാണല്ലോ പോയത്. അവിടെ പ്രസംഗിച്ചു, കൈയടിച്ചു, നോബൽ പ്രൈസ് വേണമെന്ന് അവർ പ്രമേയവും പാസാക്കി. അദ്ദേഹത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ അടുത്ത വിമാനത്തിലോ ചെല്ലേണ്ട ആളാരാണ്? നെതന്യാഹു ചെന്നില്ല, ഇപ്പോഴും വന്നിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. സമ്മേളനം പിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണോ? പിന്നെ ആരാ കൂടിയത്? കുറച്ച് അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാർ കൂടി. ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റും കൂടിയിട്ട്, അഷ്റഫ് ഖനി ഈജിപ്ഷ്യൻ പ്രസിഡന്റും ട്രംപും കൂടിയിട്ട് അധ്യക്ഷത വഹിച്ചിട്ട് യോഗം ചേർന്നു. കുറച്ച് അറബ് രാജ്യങ്ങൾ പങ്കെടുത്തു. എന്താ ഗുണമുള്ളത്? അറബ് രാജ്യങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, അവരുടെ പഴയ മനസാക്ഷിക്കുത്തൊന്ന് കുറക്കാം. എന്ന് വെച്ചാൽ അവരാണ് ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയത്. ഫലസ്തീൻ ഇഷ്യൂ ആരുണ്ടാക്കിയതാ? 1948 ഒരേ സമയം ഇസ്രായേൽ എന്ന രാജ്യവും ഫലസ്തീൻ എന്ന രാജ്യവും അംഗീകരിക്കണം എന്ന് പറഞ്ഞ് UN പ്രമേയം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഉണ്ടായത്. അവരത് അംഗീകരിച്ചു. അത് അംഗീകരിക്കാതെ പോയത് ആരാ? ഫലസ്തീനാണ് അംഗീകരിക്കാതിരുന്നത്. അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരാ? 5 അറബ് രാജ്യങ്ങളാണ്. അയൽപക്കത്തെ 5 അറബ് രാജ്യങ്ങളിൽ അവരെന്ത് ചെയ്തു? അവർ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ കൊടി ഉയർത്തി അവരുടെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ പോയി ആക്രമിച്ചു. അതല്ലേ തുടക്കം? അതുകൊണ്ട് ആ അറബ് രാജ്യങ്ങൾക്ക് ഒരു മനസ്സമാധാനത്തിന് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇതാ ഞങ്ങളുണ്ടാക്കിയ പ്രശ്നം ഞങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇസ്രായേലിൽ സമാധാനം വന്നിരിക്കുന്നു. ഞങ്ങളാണ് അക്രമം തുടങ്ങിയത്, ഇപ്പം ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് സമാധാനം നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ഇസ്രായേലിന് ഒരു കാര്യം കൂടി ഓർത്തോളൂ. ഇസ്രായേൽ എത്രയോ തവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, വി വിൽ ഫിനിഷ് ദ ജോബ്. അതെന്താണ്? ഞങ്ങളുടെ സമാധാനക്കേട് ഞങ്ങൾ തീർക്കും, ഇനി സഹിക്കാൻ വയ്യ. അപ്പോൾ ഏതാണ്ട് ലക്ഷ്യത്തോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഗസയെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുകയും അവിടുന്ന് ഹമാസിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുകയും വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് അറ്റാച്ച്മെൻറ്റിൻ്റെ അവസ്ഥയിൽ ഇസ്രായേൽ പൗരന്മാർ പോയി വെസ്റ്റ് ബാങ്കിലും ഗസയിലുമൊക്കെ, വെസ്റ്റ് ബാങ്കിൽ സമാധാനം ഉള്ളതുകൊണ്ട് ആ പൗരന്മാർ അവിടെ സമാധാനപൂർവ്വം ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡെമോഗ്രാഫിക്കലി അവരുടെ ആധിപത്യം വന്നിരിക്കുന്നു. ഗസയിൽ അക്രമം നടക്കുന്നത് കൊണ്ട് അവിടുന്ന് ജനങ്ങൾ ഓടിപ്പോയിരിക്കുന്നു, ഡെസേർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഏതാണ്ട് മരുഭൂമി പോലെ ആയതാണ്. കണ്ടില്ലേ ചിത്രം? കണ്ടില്ലേ ഏറിയൽ ചിത്രങ്ങളൊക്കെ? എന്ത് ഭീകരമാണ്! അവിടെ വീണ്ടും ഇനി പോയി മനുഷ്യർക്ക് പോയി പാർക്കണമെങ്കിൽ പുനർനിർമ്മാണം നടത്തണം, ആ നഗരം വീണ്ടും ഉണ്ടാക്കണം. ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുകയാണ് ഇതിന് പിന്നിൽ, ഇപ്പൊ നടത്തിയ ഈ സമ്മിറ്റിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ഈ ഒരു ശാന്തത, ഈ തിരിച്ചുവരവ്,
ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ട്രംപ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഈ ഒരു ശാന്തത എന്ന് പറയുന്നത് ഇസ്രായേലിന് അടിച്ച് തകർക്കാൻ മുന്നോടിയായിട്ടുള്ള ഒരു ശാന്തതയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതൊരു ഭീകരമായ പൊട്ടിത്തെറിക്ക് തൊട്ടു മുമ്പുള്ള ഒരു മുന്നൊരുക്കത്തിനുള്ള സമയം. അത് ബോധപൂർവമാണോ അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണോ എന്ന് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും ട്രംപ് അതിന് കളമൊരുക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും സമാധാനമായിരുന്നു ഇതിന്റെ ലക്ഷ്യമെങ്കിൽ ഇത് എവിടെയൊക്കെ വെച്ച് എന്നൊക്കെ അവസാനിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അറബ് രാജ്യങ്ങൾ മിണ്ടിയിട്ടില്ല. ട്രംപ് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ട്രംപ് പറഞ്ഞപ്പോഴും അനുകൂലമായി ഇസ്രായേൽ പിന്തുണച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പറഞ്ഞിട്ടും ബ്രിട്ടൻ പറഞ്ഞിട്ടും ഫ്രാൻസ് പറഞ്ഞിട്ടും ഒന്നും ഇസ്രായേൽ അനുകൂലിച്ചിട്ടില്ല. UN പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഈ നാടകം എന്തിനാവാം? അത് ഒരു പക്ഷേ ഇസ്രായേൽ കൂടി അറിഞ്ഞുകൊണ്ടുള്ള നെതന്യാഹുവിന് സൗകര്യമൊരുക്കി കൊടുക്കാനുള്ള ഒരു അജണ്ടയാകാം. എനിക്ക് തോന്നുന്നു പാതി വഴിയിലല്ല മുക്കാൽ വഴിയിലെത്തി നിൽക്കുന്ന ഇസ്രായേൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് ഈ പൊറാട്ട് നാടകം കണ്ടൊന്നും തിരിച്ചു നടക്കും എന്ന് കരുതാൻ വയ്യ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സമാധാനമല്ല മുമ്പിലുള്ളത്, ഭീകരമായ ഒരു പൊട്ടിത്തെറിയാണ് എന്ന് വേണം കരുതാൻ. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥനകൾ പോലും നിഷ്ഫലമാകുന്ന അനുഭവങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.